കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കനും നൂഡിൽസും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ, ഞാനൊരു 200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കൻ. അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം ഈ ചിക്കൻ ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നൂഡിൽസാണ്. അത് ഞാൻ വെള്ളം തിളപ്പിച്ച് നമ്മൾ സാധാരണ നൂഡിൽസ് വേവിക്കുന്നത് പോലെ ഒരു നൂഡിൽസ്, അത് മാഗിയോ ഇൻഡോമോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഒരു നൂഡിൽസ്, അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേവിച്ച് ഇത് നമുക്ക് വെള്ളം കളയാനായിട്ട് ഒരു സ്ട്രെയിനറിൽ ഇതുപോലെ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ മുഴുവനും ചേർക്കുന്നില്ല കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ വേവിച്ച ചിക്കൻ്റെ ഒരു പകുതിയോളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസിന് അത്രയും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ വേവിച്ച നൂഡിൽസ് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ചേർത്തു, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നൂഡിൽസിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ, ആ പാക്കറ്റിൽ വരുന്ന മസാലപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചീസും കൂടി ചേർക്കുകയാണെങ്കിൽ ഇത് സൂപ്പറായിരിക്കും. അതിനുശേഷം എല്ലാം കൂടി നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട്ലറ്റിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. ഒരു വലിയ ഉരുള ഇതുപോലെ കയ്യിലെടുത്ത് നന്നായിട്ട് നുരുട്ടിയതിന് ശേഷം കട്ട്ലറ്റ് പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡും എല്ലാ വശങ്ങളും നല്ലതുപോലെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മുഴുവനും റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു നൂഡിൽസും കൂടിയാണ് കേട്ടോ. അതിങ്ങനെ പൊടിച്ചെടുക്കണം. നൂഡിൽസിലാണ് നമ്മളിത് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നൂഡിൽസ് ഇഷ്ടമല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് സേമിയ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ പോലെ ബ്രെഡ് ക്രംസ് എടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നൂഡിൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മൈദ, 1/2 കപ്പ് മൈദ എടുത്തിട്ട് അതിലും നമ്മുടെ നൂഡിൽസിൻ്റെ ഇപ്പോൾ പൊടിച്ചെടുത്ത നൂഡിൽസ് ഉണ്ടല്ലോ, അതിൻ്റെ മസാലപ്പൊടി മൈദയിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു അധികം കട്ടിയില്ലാത്ത ഒരു ബാറ്ററാക്കിയിട്ട് എടുക്കാം. ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകം കണ്ടില്ല, ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. അതുപോലെ കുറച്ച് മൈദ വേറൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നൂഡിൽസ് പൊടിച്ചതെടുത്തു. ഇനി ആദ്യം ഈ ഒരു നമ്മൾ തയ്യാറാക്കിയ ഒരു കട്ട്ലറ്റ് ഉണ്ടല്ലോ, അത് ഈ മൈദയിൽ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ മൈദ ബാറ്ററിൽ നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു പൊടിച്ച നൂഡിൽസ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നൂഡിൽസിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സേമിയ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നല്ലതുപോലെ അങ്ങ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനും റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഈ നൂഡിൽസ് വെച്ച് കവർ ചെയ്ത് ഫ്രൈ ചെയ്താലുണ്ടല്ലോ, നമ്മൾ ചൂടോടുകൂടെ തന്നെ കഴിക്കണം, എങ്കിൽ മാത്രമേ ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കാനൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നൂഡിൽസ് വെച്ചിട്ട് കവർ ചെയ്യാതെ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ സേമിയോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നൂഡിൽസ് വെച്ചിട്ട് ചെയ്താൽ അത് കുറച്ച് കഴിയുമ്പോൾ ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ടേസ്റ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുറേ സമയം വെച്ചിരിക്കാനാണെങ്കിൽ നൂഡിൽസ് വെച്ചിട്ട് കവർ ചെയ്യാതെ ബ്രെഡ് ക്രംസോ നമ്മുടെ സേമിയ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട്, ഇത് ചൂടോടുകൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നൂഡിൽസ് വെച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടെ നല്ല കറുമുറാന്ന് കഴിക്കാൻ നല്ല അടിപൊളി സ്നാക്സാണ്. കുറേ സമയം വെച്ചിരിക്കുമ്പോൾ ആണ് നൂഡിൽസ് അത്ര അധികം നല്ലതല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് സൂപ്പറാണ്. നമ്മുടെ ഒരു ചീസും ഉരുളക്കിഴങ്ങും ചിക്കനും നൂഡിൽസൊക്കെ കൂടെ ഒരുമിച്ച് വരുന്ന ആ ഒരു ഫില്ലിംഗ് സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്